സംസ്ഥാനത്ത് പൊന്നിനിപ്പോൾ പൊള്ളും വിലയാണ്. ഏപ്രിൽ 9 മുതൽ സ്വർണ്ണവില കുതിച്ചു കയറി സർവ്വകാല റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. 10 ഗ്രാമിന് 1 ലക്ഷം എന്ന നിരക്കിലെത്താറായി. കോഴിക്കോട് നിന്ന് രമ്യ ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ സ്വർണ്ണവിലയുടെ കുതിപ്പ്. പൊന്നെന്ന് കേൾക്കുമ്പോൾ ഇനി ഇത്തിരി ചങ്കിടിപ്പൊക്കെ കൂടും. സർവകാല റെക്കോർഡ് മെച്ചപ്പെടുത്തി കുതിപ്പ് തുടരുകയാണ് സ്വർണ്ണ വിപണി. ഈസ്റ്റർ കഴിഞ്ഞ് വിവാഹ സീസൺ എത്തുന്നതോടെ സ്വർണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത. ചില സമയങ്ങളിൽ കസ്റ്റമേഴ്സ് ഓടി വരാറുണ്ട്. എന്നാൽ അതേസമയം ചിലപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് മാറി നിൽക്കാറുണ്ട്. മൊത്തത്തിൽ എങ്ങനെ വന്നാലും ഗോൾഡ് ഒരു അട്രാക്ഷൻ എന്നുള്ള നിലക്ക് ആളുകൾ വാങ്ങുന്ന അനുഭവം തന്നെയാണ്. ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഗോൾഡിൻ്റെ റേറ്റൊക്കെ കൂടാറുണ്ടെങ്കിലും കുറയാറുണ്ടെങ്കിലും കൂടിക്കൂടി പോകുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഇതുവരെയുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ഗോൾഡിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഒരുപാട് വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അനുഭവത്തിൽ അതാണ് കാണുന്നത്. തുടർച്ചയായ റെക്കോർഡുകൾ തിരുത്തിയാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റം. ഈ മാസം 68,080 എന്ന വിലയിൽ നിന്ന് ആരംഭിച്ച വർധനവ് 71,560 എത്തി നിൽക്കുന്നു. സ്വർണ്ണവില വർദ്ധിച്ചാലും ആവശ്യങ്ങൾക്ക് വാങ്ങാതെ നിവർത്തിയില്ലെന്നാണ് ഉപഭോക്താക്കളുടെ പക്ഷം. ഇപ്പോൾ കസ്റ്റമർ റെസ്പോൺസ് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനി ഭാവിയിൽ കൂടുന്നുള്ളൊരു ഇത് കണ്ടിട്ട് റേറ്റ് മാക്സിമം ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. കല്യാണ പാർട്ടീസാണ് കൂടുതൽ ബ്ലോക്കിങ്സ് വരുന്നത്. ഇൻഡിവിജ്വൽ പർച്ചേസിംഗ് ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഗോൾഡ് റേറ്റ് കൂടുന്ന ഒരു ടെൻഡൻസി തന്നെയാണ് വരിക. ഉറപ്പുള്ള നിക്ഷേപം എന്ന നിലയിലാണ് കൂടുതൽ ആളുകൾ സ്വർണത്തിൽ വിശ്വാസമർപ്പിക്കുന്നത്. അതിനാൽ ഗോൾഡ് പർച്ചേസ് സ്കീമുകളിലാണ് നിക്ഷേപകർ കൂടുതലായി എത്തുന്നത്. ഭാവിയിലോട്ട് നമ്മളൊരു സേവിങ്സ് പോലെയാണ് ഇപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ നല്ല ആരാണെങ്കിലും. അപ്പോൾ ഇനി അങ്ങോട്ട് ഗോൾഡ് റേറ്റ് കൂടുതലോ കുറയുന്നതോ അല്ലല്ലോ. നമുക്കൊരു സേവിങ്സ് പോലെ നമ്മളത് വാങ്ങുന്നുള്ളൂ. സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടില്ലെന്നാണ് വ്യാപാരികളുടെയും വിലയിരുത്തൽ. കോഴിക്കോട് മെറാൾഡ ജ്വല്ലറിയിൽ നിന്നും ക്യാമറാമാൻ അതീന്ദർ ജിത്തുവിനോടൊപ്പം രമ്യ ദാസ്, ന്യൂസ് മലയാളം.